അകമഴിഞ്ഞ് യുക്രൈനെ സഹായിക്കുന്ന അമേരിക്ക ഇപ്പോൾ യുക്രൈനോട് വിലപേശി തുടങ്ങിയിരിക്കുകയാണ്. അമേരിക്കൻ സഹായം തുടർന്നും ലഭിക്കണമെങ്കിൽ യുക്രൈൻ അമേരിക്കയ്ക്ക് അപൂർവ ധാതു സമ്പത്തുകൾ നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുമായി യുക്രൈൻ ഒരു പുതിയ കരാറിൽ ഏർപ്പെടേണ്ടതുണ്ടെന്നും ഇത് അമേരിക്കയ്ക്കുള്ള ഒരു ഗ്യാരണ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2024 വേൾഡ് എക്കണോമിക് ഫോറം റിപ്പോർട്ട് അനുസരിച്ച് പ്രതിരോധം, ഹൈടെക്, ഹരിത ഊർജ വ്യവസായങ്ങൾക്ക് അത്യാവശ്യമായ നിർണായക അസംസ്കൃത വസ്തുക്കളുടെ ഒരു പ്രധാന ആഗോള വിതരണക്കാരൻ എന്ന നിലയിൽ യുക്രൈന് വളരെയധികം ധാതു സമ്പത്തുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ ടൈറ്റാനിയം കരുതൽ ശേഖരം ഈ രാജ്യത്താണ്. ഇത് ആഗോള കരുതൽ ശേഖരത്തിന്റെ 7% വരും. 2022 റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിന് മുൻപ് സൈനിക വ്യവസായങ്ങൾക്കുള്ള ഒരു പ്രധാന ടൈറ്റാനിയം വിതരണക്കാരനായിരുന്നു യുക്രൈൻ. യുക്രൈനിൽ കാണപ്പെടുന്ന അപൂർവ ഭൗമലോഹങ്ങളുടെ പട്ടികയിൽ ബെറിലിയം, മാംഗനീസ്, ഗാലിയം, യുറേനിയം, സിർക്കോണിയം, ഗ്രാഫൈറ്റ്, ഫ്ലൂറൈറ്റ്, നിക്കൽ എന്നിവയും ഉൾപ്പെടുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ സ്ഥിരീകരിച്ച ലിഥിയം ശേഖരവും ഈ രാജ്യത്തുണ്ട്. ഇത് 5 ലക്ഷം ടണ്ണാണെന്ന് കണക്കാക്കപ്പെടുന്നു. ബാറ്ററികളിലും അക്യുമുലേറ്ററുകളിലും ഉപയോഗിക്കുന്നതിന് ഈ ധാതു വളരെ പ്രധാനമാണ്. യുക്രൈനിൽ വളരെ വിലപ്പെട്ട അപൂർവ ഭൂമി നിക്ഷേപങ്ങളുണ്ടെന്ന കാര്യം ട്രംപിന് നന്നായി അറിയാം. അത് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് ചോദിക്കുന്നതനുസരിച്ച് അമേരിക്ക യുക്രൈന് പണം കൈമാറിക്കൊണ്ടിരുന്നു. അതിനാൽ തന്നെ അമേരിക്ക യുക്രൈനിൽ നിന്ന് ചില കാര്യങ്ങൾ പകരമായി ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. അപൂർവ സമ്പത്തുകൾ അമേരിക്കയ്ക്ക് ലഭിക്കുന്നതിനായി യുക്രൈനുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ നോക്കുകയാണെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു. വിദേശ സഹായം ജനാധിപത്യ വികസനത്തിനും സുസ്ഥിരതയ്ക്കുമുള്ള പാതയുടെ ഒരു പ്രധാന ഭാഗമാണെന്ന് യുക്രൈനിലെ എംപിമാർ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയിൽ നിന്ന് യുക്രൈന് $75 ബില്യൺ സൈനിക സഹായവും മറ്റു തരത്തിലുള്ള സഹായവും ലഭിച്ചിട്ടുണ്ടെന്ന് സെലൻസ്കി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയനേക്കാൾ $200 ബില്യൺ അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ആ കണക്ക് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നോ പണം എവിടേക്കാണ് പോയിരിക്കുന്നതെന്നോ തനിക്ക് അറിയില്ലെന്ന് സെലൻസ്കി മറുപടിയും കൊടുത്തിരുന്നു. 2022 മുതൽ അമേരിക്കൻ കോൺഗ്രസ് യുക്രൈനായി ഏകദേശം $175 ബില്യൺ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഫണ്ടിന്റെ ഒരു പ്രധാന ഭാഗം അമേരിക്കൻ വ്യവസായങ്ങൾക്കും സംഘർഷവുമായി ബന്ധപ്പെട്ട വിവിധ അമേരിക്കൻ സർക്കാർ പ്രവർത്തനങ്ങൾക്കുമായാണ് പോയത്. ജർമ്മനിയിലെ കീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വേൾഡ് എക്കണോമിക്സിന്റെ കണക്കനുസരിച്ച് 2024 ഒക്ടോബർ വരെ അമേരിക്ക യുക്രൈന് ഏകദേശം $92 ബില്യൺ സാമ്പത്തിക സൈനിക സഹായം നൽകിയിരുന്നു. ആര് പറയുന്നതാണ് സത്യമെന്നതാണ് ഇപ്പോഴത്തെ വിഷയം. ഇരുകൂട്ടരെയും എന്തായാലും ലോകം കണ്ണടച്ചു വിശ്വസിക്കില്ല. അതിനിടയിൽ യുക്രൈന് സെലൻസ്കിയുടെ അവകാശവാദം നാണം കെട്ടതും നിന്ദ്യവുമായ നുണയാണെന്നാണ് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് അഭിപ്രായപ്പെട്ടത്. സെലൻസ്കിയും കൂട്ടാളികളും ഗണ്യമായ തുകകൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. വിലമതിക്കാനാവാത്ത നിക്ഷേപങ്ങൾ നൽകിയാൽ പകരമായി കൂടുതൽ സുരക്ഷയാണ് ട്രംപ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മാനുഷിക വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെമ്പാടും അമേരിക്കൻ താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾക്കായി എല്ലാ വർഷവും കോടിക്കണക്കിന് ഡോളർ വിതരണം ചെയ്യുന്ന സോഫ്റ്റ് പവർ ഏജൻസിയായ USAID നടത്തുന്ന എല്ലാ സഹായ പദ്ധതികളും ട്രംപ് നിർത്തിവെച്ചിരുന്നു. യുക്രൈനിലെ നിരവധി സഹായ പദ്ധതികൾക്ക് ഈ ഏജൻസി മേൽനോട്ടം വഹിക്കുന്നുണ്ടായിരുന്നു. ഇതിനു മറുപടിയായി മുടക്കിയ സഹായങ്ങൾ അമേരിക്ക വീണ്ടും നൽകണമെന്നാണ് യുക്രൈനിയൻ എംപിമാർ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നത്. വിദേശ സഹായം ജനാധിപത്യ വികസനത്തിനും സുസ്ഥിരതയ്ക്കുമുള്ള ഒരു പ്രധാന ഭാഗമാണെന്നും അവർ പറയുകയുണ്ടായി. എന്നാൽ എന്തെങ്കിലും ലാഭമില്ലാതെ ഇനി അങ്ങോട്ടൊന്നും അയക്കില്ലെന്ന നിലപാടിലാണ് ട്രംപ്. അതിനുവേണ്ടി ട്രംപ് കണ്ടെത്തിയ പുതിയ മാർഗമാണ് യുക്രൈനിലെ ഈ ധാതു സമ്പത്തുകൾ. യുക്രൈന് ഇത്തരം നിക്ഷേപങ്ങൾ നൽകണമെന്ന് സെലൻസ്കി ഒരു കരാർ വെക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. ഒരു വശത്ത് അദ്ദേഹം സെലൻസ്കിയിൽ നിന്ന് അപൂർവ എർത്ത് ലോഹങ്ങൾ ആവശ്യപ്പെടുകയും ഏകദേശം $1 ട്രില്യൺ സൈനിക സഹായം വാഗ്ദാനം ചെയ്യുകയും യുക്രൈനുള്ള സാമ്പത്തിക സഹായത്തിൽ സജീവമായി പങ്കെടുക്കാൻ യൂറോപ്പിനെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് യുക്രൈനിലെ പോരാട്ടം പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ നടപ്പിലാക്കുന്നുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ട്രംപിന്റെ ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. പുടിനെ പിണക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്ന ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനടക്കം പുടിന്റെ
തീരുമാനങ്ങൾക്കായാണ് കാത്തിരിക്കുന്നത്. രാജ്യം നിലനിൽക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ ശക്തികളുടെ സഹായം യുക്രൈൻ ഇപ്പോൾ അത്യാവശ്യമാണ്. അതിനിടയിലാണ് ഇപ്പോൾ വിലപേശി ട്രംപ് എത്തിയിരിക്കുന്നത്. കയ്യിലിരിപ്പ് കൊണ്ട് കുളം തോണ്ടി തുടങ്ങിയ രാജ്യത്തിന്റെ അടിത്തറ നിലനിർത്താൻ ഇപ്പോൾ സ്വന്തം രാജ്യം തന്നെ പണയപ്പെടുത്തേണ്ട ഗതികേടാണ് സെലൻസ്കിക്ക്. ഇതിന് സമ്മതം മൂടി രാജ്യത്തെ പ്രധാന വിഭവങ്ങളെല്ലാം അമേരിക്ക കൊണ്ടുപോയാൽ പിന്നെ സെലൻസ്കിയെ രാജ്യം തന്നെ തള്ളിപ്പറയും എന്നതിൽ സംശയമൊന്നുമില്ല.